Hi children, welcome to Social Science class. USS എക്സാമിന് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ പെപ്പർ, കുരുമുളക്. ഹു വാസ് ദ ഫസ്റ്റ് യൂറോപ്യൻ കെയിം ടു ഇന്ത്യ? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. ആൻസർ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ. ഇൻ വിച്ച് ഇയർ വാസ്കോ ഡ ഗാമ കെയിം ടു ഇന്ത്യ? വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് ഏതു വർഷമാണ്? ആൻസർ 1498, 1498. In which year the French East India Company was formed? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? ആൻസർ 1664, 1664. Who were known as പറങ്കീസ്? പറങ്കികൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ആൻസർ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന് അറിയപ്പെടുന്നത്. ഹു വെർ നോൺ ആസ് ലന്തൻസ്? ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ദ ഡച്ച്. ഡച്ച് വെർ ഓൾസോ നോൺ ആസ് ലന്തൻസ്. വേർ വാസ് ദ ഫ്രഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഇന്ത്യ? ഫ്രഞ്ചുകാരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം ഇന്ത്യയിൽ എവിടെയായിരുന്നു? ആൻസർ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ച് ഹെഡ്ക്വാർട്ടർ. ഹു വാസ് ദ അഡ്മിറൽസ് ഓഫ് സാമോർ ഇൻ നാവൽ ഫോഴ്സ്? സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? ആൻസർ കുഞ്ഞാലി മരക്കാർസ്. കുഞ്ഞാലി മരക്കാർമാരായിരുന്നു സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. ചവിട്ടുനാടകം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് യൂറോപ്യൻ? ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചത് ആരായിരുന്നു? ആൻസർ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചത്. Where was the English East India Company first gained power in India? എവിടെയായിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയത്? ആൻസർ ഇൻ ബംഗാൾ. ബംഗാളിലായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയത്. കൊച്ചി ആൻഡ് കൊല്ലം were the chief trade centers of the dash. കൊച്ചി, കൊല്ലം എന്നീ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ആരുടേതായിരുന്നു? ആൻസർ ദ ഡച്ച്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി, കൊല്ലം. Which Europeans were defeated in the Battle of Kolachal in 1741? 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട യൂറോപ്യൻസ് ആരായിരുന്നു? ആൻസർ ഡച്ച്. മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ 1741 കുളച്ചലിൽ വെച്ച് യുദ്ധം ചെയ്തു. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. In which year the English East India Company was formed?
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത്? ആൻസർ 1600, 1600. Which was the first trade center of the English East India Company in India? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് സെന്റർ, വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ആൻസർ സൂറത്ത്. ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. The series of conflicts between the French and the English in South India was known as. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളുടെ പേര്. ആൻസർ കർണാട്ടിക് വാർസ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് വാർസ്, കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. കച്ചവട ആധിപത്യത്തിന് വേണ്ടിയായിരുന്നു ഇത്. The year of the Battle of Buxar. ബുക്സാർ യുദ്ധം നടന്ന വർഷം 1764, 1764. In which battle did ടിപ്പു സുൽത്താൻ die? ഏത് യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത്? ആൻസർ 4th മൈസൂർ വാർ, 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ മരണം വരിച്ചത്. The subsidiary alliance introduced by dash. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആര്? ആൻസർ ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. The policy of doctrine of lapse introduced by. ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ആൻസർ ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. Commander in Chief of Sirajud-Dowla who made a secret agreement with the British during the Battle of Plassey in 1757. ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയ പ്ലാസി യുദ്ധത്തിന്റെ സമയത്ത്, പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യാധിപനുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നു? ആൻസർ മിർ ജാഫർ. മിർ ജാഫർ ആണ് സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫർ ബ്രിട്ടീഷ് സൈന്യാധിപനുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കി. ഇതിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. By what treaty did the British take possession of Malabar from Tippu Sultan? ഏത് ട്രീറ്റി, ഏത് ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ആൻസർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്.